മലമ്പുഴ ഡാമിൽ കാണാതായ തിരൂർ സ്വദേശിയായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. തിരൂർ പരിയാപുരം ചെക്കുമരക്കാറകത്തിൽ വീട്ടിൽ സലീമിന്റെ മകൻ ഷമീലാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പാലക്കാട് കൊടുമ്പ് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിൽ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഷമീൽ. തെക്കേ മലമ്പുഴയിൽ മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കടുവച്ചാലിന് സമീപമായിരുന്നു അപകടം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ ഷമീലിനെ കാണാതാവുകയായിരുന്നു. ഷമീലും സുഹൃത്തുക്കളും അടങ്ങുന്ന 8 സംഘം 4 ബൈക്കുകളിലായി വൈകിട്ടാണ് തെക്കേ മലമ്പുഴയിലെത്തിയത്. ഇവർ ഒന്നിച്ച് ഡാമിൽ കുളിക്കാനിറങ്ങി. നീന്തൽ വശമുണ്ടായിരുന്ന ഷമീൽ അല്പം ദൂരേക്ക് നീന്തി പോവുകയും പെട്ടെന്ന് കാണാതാവുകയുമായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഉടൻ തന്നെ ഇവർ പരിസരവാസികളെ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഷമീലിനെ കണ്ടെത്താനായില്ല. ഇതോടെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. കഞ്ചിക്കോട് സ്റ്റേഷനിലെ സേനാംഗങ്ങളും ഇവർക്കൊപ്പം ഡാമിലെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ഏറെ നേരം തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. പ്രതികൂല കാലാവസ്ഥയും ഇരുട്ടുമായതോടെ രാത്രി 8-ന് അഗ്നിരക്ഷാസേന തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഞ്ചിക്കോട് അഗ്നിരക്ഷാസേന, മലമ്പുഴ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിലും പരിശോധനയും. 2025 മെയ്യിൽ പാലക്കാട് പുതുപ്പള്ളിത്തെരുവ് സ്വദേശികളായ സഹോദരങ്ങൾ മുങ്ങിമരിച്ച അതേ സ്ഥലത്താണ് ഇന്നലെയും അപകടം നടന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.